ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഓപ്പൺ ഹാർട്ടിൽ ഒരുപാട് അതിഥികളെ കൊണ്ടുവരാറുണ്ട്. അപ്പം അവരിൽ പലരും ചിലപ്പോൾ ഹൈഡായിട്ട് നിൽക്കുന്നവരായിരിക്കും, അധികമായിട്ട് ആൾക്കാർക്ക് അവരെവിടെയാണ് എന്നറിയാത്തവരായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു വൈറൽ താരത്തിനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് സ്പോട്ടുകൾ, നമുക്ക് ഇന്നത്തെ കാലത്ത് യൂട്യൂബർമാർ അല്ലെങ്കിൽ ഈ റീൽസോ ഒക്കെ കാണാതെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് റീൽസും ഷോർട്സും ഒക്കെയാണ്. അപ്പോൾ ആ റീൽസിലും ഷോർട്സിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അതിഥിയുണ്ട്. അതായത് നമുക്ക് എന്നാൽ നമ്മൾ ആ നാട്ടുകാരാണെങ്കിലും നമുക്കറിയാത്ത ചില ഫുഡ് സ്പോട്ടുകളുണ്ട്, അത് പരിചയപ്പെടുത്തുന്ന ഒരാൾ. ആളുടെ പേര് സൗമ്യ എന്നാണ്. ഒരു പക്ഷേ സൗമ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ആ ചാനലിലെ സൗമ്യയാണെന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഹായ് സൗമ്യ, വെൽക്കം ടു ഓപ്പൺ ഹാർട്ട്. താങ്ക് യു. എങ്ങനെയാണ് യൂട്യൂബർ ആയത്? കൊറോണ വന്ന സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായി. എനിക്ക് തോന്നുന്നു നമ്മളൊരു 18 വയസ്സിൽ ക്യാമ്പസിൽ കയറിയിട്ട് ഞാൻ പിന്നെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് MA, MPhil, PhD കഴിഞ്ഞ എൻ്റെ ഒരു 4-5 ദിവസം MG കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ജോലിയിലും കയറി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നൊരു പ്രോസസ്സ്. അപ്പോൾ എനിക്ക് ഈ കൊറോണ സമയം എന്നെ ഭയങ്കരമായിട്ട് മെന്റലി ഒരു ഡിപ്രഷൻ മോഡിലേക്കൊക്കെ ഞാൻ പോണ ഒരു സ്റ്റേജ് ആയി. എനിക്ക് ക്യാമ്പസ് മിസ് ചെയ്തത് ഭയങ്കര, എനിക്ക് അറിഞ്ഞുകൂടാ, അത് എത്ര എന്ന് പറയാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഭയങ്കര ചിന്തകളാണ്, ഉറക്കമൊന്നുമില്ല. അപ്പൊ രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പക്ഷെ എനിക്ക് കുട്ടികൾ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കുട്ടികളെ മുമ്പിലാണ് ടീച്ചർ മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ക്ലാസ് റൂമുകൾ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്തെങ്കിലും തരത്തിൽ എനിക്ക്. അപ്പൊ ഇതൊന്നും മാറുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഈ കൊറോണ ഒന്നും ഇനി മാറാൻ പോണില്ല. ഇങ്ങനെയാണ്, എനിക്കിനി ക്യാമ്പസിലൊന്നും പോകാൻ പറ്റില്ല, കുട്ടികളെ കൂടെ ഒന്നും ഇരിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ വന്ന് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോഴും ഉദ്ദേശം കുക്കിംഗ് ആണ്. ഈ ഒരു കോവിഡ് കാലമാണ് ശരിക്കും ഇത്രയും യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഉണ്ടായ ഒരു കാലം. എന്നെ അങ്ങനെ തന്നെ, പക്ഷെ ഞാൻ അപ്പോഴും തുടങ്ങിയില്ല. അതാണ് വേറൊരു രസം. അതാ ഞാൻ എവിടെയോ വായിച്ചിരുന്നു, 1.5 വർഷം കൊണ്ടായതേ ഉള്ളൂ തുടങ്ങി. അതായത് കോവിഡ് ഒക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ 2022 ഇപ്പൊ 2 വർഷം ആവാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കുക്കിംഗ് ആണ് എന്റെ ഉദ്ദേശം. എനിക്ക് അത്യാവശ്യം തെറ്റില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കുക്കിംഗ് ആണ് എന്റെ വിചാരം. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പണിയല്ലേ, ഒരു ഫോൺ അവിടെ ഓൺ ചെയ്ത് വെക്കാം, നമ്മൾ കുക്ക് ചെയ്യാം എന്നുള്ളൊരു സാധനത്തിലൊക്കെ. പക്ഷെ വീണ്ടും ക്യാമ്പസ് റീഓപ്പൺ ആയി, ക്യാമ്പസിൽ പോയി തുടങ്ങി നമുക്കൊന്നും സമയമില്ലല്ലോ, വീണ്ടും ഇത് അവിടെ വിട്ടു. പക്ഷെ അത് അങ്ങനെ കിടന്നു, എന്റെ മൈൻഡിൽ അങ്ങനെ കിടന്നു. പിന്നീട് ഒരിക്കൽ ഞാനിങ്ങനെ കുട്ടികളുമായിട്ട് ക്ലാസ്സിൽ അങ്ങനെ സംസാരിച്ചു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിനെന്തൊക്കെയാ വേണ്ട എന്താന്ന് പോലെ അറിയാത്ത ഒരാളാണ് ഞാൻ. യൂട്യൂബ് ചാനൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല ആ സമയത്ത്, എനിക്കിതൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയുടെ ഒന്നും അറിയാത്ത ഒരു പൊട്ടക്കുളത്തിലെ തവളയാണ് ഞാൻ. കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കും, തിരിച്ചു വരും, അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല. അപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞത് ടീച്ചർ ഇങ്ങനെ. ടീച്ചർ അവർ പറഞ്ഞു, ടീച്ചർ ഇപ്പോൾ ഒരു ഫുഡിന്റെ ഒരു ട്രെൻഡ് നിൽക്കുന്ന ഒരു സമയം, ടീച്ചർ കുക്ക് ചെയ്യണേക്കാളും നല്ലത് ഫുഡ് സ്പോട്ടുകൾ കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വല്ലാത്ത ഫുഡി ഒന്നുമല്ല, ആസ്വദിച്ച് കഴിക്കും. അപ്പുറത്തേക്ക് എനിക്കിങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റുന്ന ഒരാളാണ്. എന്നെ കൊണ്ട് പറ്റുമോ? പറഞ്ഞു പറ്റും, ടീച്ചർ നോക്കുന്നുള്ള അവരാണ് സ്റ്റുഡൻസ് ആണ്. അവരെന്ന് വെച്ചാല് ഞാൻ 2014 പഠിപ്പിക്കാൻ തുടങ്ങി. 14 തുടങ്ങി പഠിപ്പിച്ചവർ വരെ ഇപ്പോഴും ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. കാരണം കുട്ടികളെ ഞാൻ അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു ബന്ധമുണ്ട് അവരുടെ ഇടയിൽ. പിന്നെ ഞാൻ ഈ നാട്ടുകാരിയല്ല, അപ്പൊ എനിക്ക് ഇവരേ ഉള്ളൂ. തിരുവനന്തപുരത്ത് എനിക്ക് ഇവരേ ഉള്ളൂ, എന്തിനും വിളിക്കാനും. നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ആരുമില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ബന്ധം. അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ചാനൽ തുടങ്ങുന്നതും ഒക്കെ. ഒരു പരിചയത്തിലുള്ള ഒരു കുട്ടി, അയാൾ ചാനൽ തുടങ്ങും. അപ്പോഴെന്ത് വേണം, എന്ത് കണ്ടന്റ് ഇടും, അപ്പോൾ അതിന് ഫുഡ് ആൻഡ് ട്രാവൽ എന്നുള്ളതായിരിക്കും. പക്ഷെ ആദ്യത്തെ ഒരു 10 വീഡിയോ ട്രാവൽ മാത്രമായിരുന്നു. വാഗമൺ അങ്ങനെ ഓരോരോ സ്പോട്ടിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാണ്. പക്ഷെ പിന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ ഇത് ഇടുന്നോണ്ട് ആർക്ക് എന്ത് ബെനിഫിറ്റ്? ഒരു 1000 വ്യൂ, 2000 വ്യൂ എനിക്കും ഇല്ല. ഈ സ്പോട്ട് കാണിക്കുന്നോണ്ട് ഈ സ്ഥലമൊക്കെ ആർക്കും അറിയാത്തത്, വാഗമൺ അറിയാത്ത ആരെങ്കിലും, ചിതറാല്, ജെയിൻ ടെമ്പിൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിരമായിട്ടുള്ള ഈ വ്ളോഗേഴ്സിന്റെ ഒരു സ്ഥിരം സ്പോട്ടുകളായിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടാൽ ആ വീഡിയോ ഇടുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, എനിക്ക് എന്തായാലും ചെറിയൊരു ബെനിഫിറ്റ് കിട്ടണം, ഒപ്പം ഇത് വേറൊരാൾക്ക്. കാരണം 3 തരത്തിൽ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ആലോചിച്ചപ്പോ ഇതുപോലെയുള്ള കൊച്ചു സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പം സാധാരണ ഒരു വ്ളോഗർ എന്ന് പറയുമ്പോഴത്തേന് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഡംബരമായിട്ടൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്നൊക്കെ പോകും. പക്ഷേ സൗമ്യയുടെ അല്ലെങ്കിൽ ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്ന ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇങ്ങനെ പക്വമായിട്ട് ഏറ്റവും സോഫ്റ്റായിട്ട് സംസാരിച്ച്, എനിക്ക് തോന്നുന്നു സംസാരത്തിന് പോലും ആൾക്കാർ ആരാധകരുണ്ടെന്ന് തോന്നുന്നല്ലേ? കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സംസാരത്തിൽ പോലും അതെന്താണ് അങ്ങനെ ഒരു ശാന്തമായ രീതിയിലേക്ക്? അത് ഒന്നാമത് ഞാൻ 10 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ ബഹളം വെച്ചിട്ട് അങ്ങനെയല്ല, നമ്മളെ രീതി അതാണ്. അധ്യാപിക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പരുവം വന്നു. പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ, ഞാനൊരു ന്യൂജൻ അല്ല, ഞാൻ ഇച്ചിരി ഓൾഡാണ്. അല്ല, ഞാൻ ഇച്ചിരി ഓൾഡ് ജനറേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെയൊക്കെ തലമുറയിൽ ഒരു പക്ഷെ എനിക്കിങ്ങനെ ബഹളം വെച്ചിട്ടുള്ള രീതി എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുക. പിന്നെ നമ്മൾ കാണിക്കുന്ന സ്ഥലങ്ങളൊന്നും ആ ബഹളം വെക്കാൻ പോകുന്ന സ്ഥലങ്ങളല്ല, വയസ്സായവരാണ് അവരെന്ന് വെച്ചാൽ. ചിലവര് 12 വയസ്സിലും 13 വയസ്സിലും ജോലി തുടങ്ങിയവരാ. ഇന്ന് 75ഉം 80ഉം വയസ്സുണ്ട്. സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ പ്രായത്തിൽ എണീറ്റ് നടക്കും, ജീവനോടുണ്ടോന്ന് എനിക്കറിയില്ല, എണീറ്റ് നടക്കും എന്നുള്ളത് വേറൊരു വശം. അവരിപ്പോഴും ഒരു ഗ്യാസ് അടുപ്പില്ല, ഒരു മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, കിണറിന്ന് വെള്ളം കോരിയിട്ടാണ് കുക്ക് ചെയ്യണത് പലയിടത്തും ചെല്ലുമ്പോൾ. ഫ്രിഡ്ജ് ഒന്നുമില്ല, അപ്പളന്നെ മീൻ മേടിച്ചു, അപ്പളന്നെ വെട്ടി, അപ്പളന്നെ കുക്ക് ചെയ്ത് അവരിങ്ങനെ ലൈവ് നിൽക്കുകയാണ്. അവർക്കൊന്നും ഇരിക്കാൻ സമയമില്ല. അതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ട് അവസ്ഥ എന്ന് പറയുന്നത്, ഈ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെ സ്ത്രീകളെല്ലാവരും തന്നെ ഒരു 60% പുറത്തുള്ള ഒരു രോഗികളാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എന്നുവെച്ചാൽ കഴിക്കാൻ പറ്റില്ല. അവരിങ്ങനെ വെളുപ്പിന് 3 മണി എണ്ണയിട്ട യന്ത്രം പോലെ അവരിങ്ങനെ ജോലി ചെയ്യുക. ഇപ്പോഴും അവരുടെ വീടിനും താമസ സൗകര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നില്ല. അവരങ്ങനെ തന്നെ തുടരുക. ഇവരുടെ ജനറേഷനോട് കൂടി ഇതൊക്കെ അവസാനിക്കുകയും ചെയ്യും. കാരണം മക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എത്തിയവരൊക്കെ ഉണ്ട്. ചിലവരുടെ വളരെ കഷ്ടമാണ്. എന്നാൽ പോലും ഞാൻ അവിടേക്ക് ചോദിക്കും, മക്കൾ ആരെങ്കിലും ഈ ഫീൽഡിലിടണം? ഇല്ല, ഇത് എന്നോട് കൂടി അവസാനിക്കുന്നതാണ്. അപ്പൊ അത് കഷ്ടമാ നമുക്ക് അങ്ങനെ ചെന്ന് കാണുമ്പോൾ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ ബഹളം വെക്കും? ചിലർ കരഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ല, ഈ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, വളരെ ചില ചുരുക്കിയ ആൾക്കാർ ഈ ഔചിത്യം ഇല്ലാതെ ചെന്ന് പെരുമാറിക്കളയും. അവിടെയൊക്കെ ചെന്നിട്ട് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ അത് ചിലപ്പോൾ അത് അവർക്ക് ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷം ചെയ്യും. അല്ല, അങ്ങനെ ഉണ്ട്. നമ്മൾ 1-2 സ്ഥലത്ത് ചെന്നപ്പോൾ വീഡിയോ എടുക്കണ്ട പറഞ്ഞു. അതിനുള്ള അനുഭവം അവർ പറഞ്ഞത്, ഇതിനു മുമ്പേ ചെന്നിട്ടുള്ള 1-2 സ്ഥലങ്ങളിൽ ഈ പറ്റിച്ചിട്ട് പ്രാങ്ക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവരുടെ ഉള്ളിൽ അവരെന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്തവരാന്നേ. ഈ കീപാഡ് ഫോണൊക്കെ ഒക്കെ അല്ലേ, എന്ത് യൂട്യൂബ്, എന്ത് സോഷ്യൽ മീഡിയ, ഇതൊന്നും അറിയാത്ത ഒരു മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പൊ അവർക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു തന്നവരുണ്ട്. മോളെ, ഇതാണ് നമുക്ക് വേണ്ട. അങ്ങനെ ഇറങ്ങി പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നു. നമ്മൾ അങ്ങനെ വെച്ചാൽ അവരതിന്റെ റീസൺ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ അച്ഛൻ സമ്മതിക്കില്ല, അന്ന് ഇവിടെ വലിയ വഴക്കൊക്കെ ഉണ്ടായി, മോളെ വേണ്ട. അതായത് ഈ പലർക്കും ഈ പറഞ്ഞ പോലെ ഔചിത്യം ഉണ്ടാവാറില്ല. അവർ ചെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഈ ചില കമന്റുകളിനകത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ചേച്ചി ഞങ്ങൾ ഈ സ്ഥലം എൻ്റെ നാടായിട്ട് പോലും എനിക്ക് ഈ സ്ഥലം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അവർക്ക് തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കും, പക്ഷെ അവർക്ക് ആ സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ സൗമ്യ എങ്ങനെയാണ് ഇത്തരം സ്പോട്ടുകൾ കണ്ടെത്തുന്നത്? ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് എനിക്ക് സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു. സ്കൂട്ടർ എടുക്കും, രാവിലെ ഞാൻ അങ്ങോട്ട് പോകും. കോളേജിലെ ജോലി ഞാൻ ഒരു സമയത്ത് ഞാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു. പൂർണ്ണമായ അവസ്ഥയിൽ ജോലിക്ക് പോകുന്നില്ല. കാരണം ഇത് രണ്ടും കൂടെ, ഒന്ന് പ്രൊഫഷനും ഒന്ന് പാഷനുമാണ്. പാഷനും പ്രൊഫഷനും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരു വർഷം ഞാൻ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് നടക്കൂല. നമുക്ക് ഈ ശനി ഞായർ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ കാണില്ല. ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പോഴും ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ആളിനെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ആക്ച്വലി ആളെന്ന് പറയുമ്പോഴത്തേന് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സാൻസ്ക്രിറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ആ ആളാണ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് എക്സ്ട്രീം ഡിഫറെന്റ്. ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ അതൊരു ഭയങ്കര സമൂഹത്തിൽ നല്ല മാന്യമായ, അല്ലെങ്കിൽ നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള, അങ്ങനെ ഒരു വലിയ ഫാൻസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പക്ഷെ അതിനേക്കാളും റെസ്പെക്റ്റും പേരും ഒക്കെ ഇപ്പൊ എനിക്കുണ്ട്. അത് എന്റെ കുട്ടികളുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ. പക്ഷെ അങ്ങനല്ല, എവിടെ ചെന്നാലും നമ്മളെ ഇന്നാളല്ലേ എന്ന് ചോദിക്കുന്നത്. തിരിച്ചറിയുന്നുണ്ട്. സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ പോകും ഇങ്ങനെ വിദൂര, അമ്പൂരി, കാട്ടാക്കട അവിടെ. കാരണം ഞാനൊരു 10-16 വർഷമായിട്ട് തിരുവനന്തപുരത്ത്, ഏകദേശം റൂട്ടുകളൊക്കെ എനിക്കറിയാം. അങ്ങനെ പോകുമ്പോ എവിടെയെങ്കിലും പോയിട്ട് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും, ഏതെങ്കിലും അമ്മമാരെയൊക്കെ കാണും, അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ നല്ല ഹോംവർക്ക് ആ സമയത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഇൻസ്റ്റാഗ്രാം, മെയിലൊക്കെ ആയിട്ട് എന്നെ തേടി വരുന്നു. ഇപ്പൊ ഒന്നിനും വേണ്ടി നമ്മൾ പോവണ്ട. ഇന്നലെ വന്ന വീഡിയോ അങ്ങനെയാണ്, ഒരു വീഡിയോ എടുത്ത് തരുമോ, സഹായിക്കും, അവരവർ തന്നെ അയക്കുന്നവരുണ്ട്. ഇതൊന്നും അറിയാത്ത കുറെ ആളുകളുണ്ട്. അവരവർ ഇവിടെ ഒരു അമ്മയുടെ കട എഴുതി വെച്ച് 10-75 വർഷമായി, 100 വർഷത്തിന് പുറത്തുള്ള കടകൾ വരെയുണ്ട്, 3ാമത്തെ ജനറേഷൻ കട നടത്തുന്നവര്. അപ്പൊ ഒന്ന് വന്ന് വീഡിയോ ചെയ്യും, അവർക്കൊരു ഉപകാരം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇപ്പം എന്നെ തേടി വരികയാണ്. പക്ഷെ ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചിട്ടാണ് എത്തുന്നത്. എനിക്ക് പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അവിടെ നിന്നും പഴകിയ ഭക്ഷണം പിടിക്കാൻ പോകുന്നില്ല. അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആർക്കും വയറിനൊരു കേടും വരാൻ പോകുന്നില്ല. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഞാൻ തലേന്ന് പോയി ഫുഡ് കഴിച്ചിട്ടാണ് പിറ്റേന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. ഇവർക്ക് ഫോണൊന്നും ഇല്ലല്ലോ, നമുക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. ഈ വാട്സപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇടുന്ന കമന്റ് ആണ്. ഈ കമന്റ് വിശ്വസിച്ച് നമ്മൾ അവിടെ ചെന്ന് ആ കട കണ്ടുപിടിച്ച് അവിടത്തെ ഫുഡ് കഴിക്കും. പിന്നെ അവർക്ക് സോഷ്യൽ മീഡിയ അറിയാത്തതുകൊണ്ട് നമ്മളെ അവർ അറിയില്ലല്ലോ. അത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അപ്പം നമ്മളിപ്പോ പറയുന്ന വേറൊരാൾ ഇത് രുചികരമായ ഭക്ഷണമാണെന്ന് പറഞ്ഞാലും അത് കോൺഫിഡൻസ് വരുത്തിയിട്ടേ, അതായത് കൊള്ളാമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ പോയിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് നോക്കാം. ഈ പരിസരം അവിടെ എങ്ങനെ, അതിന്റെ ഹൈജീനൊക്കെ നമ്മൾ കുറച്ചെങ്കിലും നോക്കണമല്ലോ.
അപ്പോൾ ചെല്ലും, നമ്മൾ ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ചോദിക്കും അമ്മ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതാണ്, ഞാനൊരു വീഡിയോ എടുത്തോട്ടെ ചോദിക്കും. അങ്ങനെയാണ് മിക്കവാറും വീട് തിരുവനന്തപുരത്ത്. പക്ഷെ നമുക്കിപ്പോൾ വേറെ ജില്ലയിലൊക്കെ പോകുമ്പോൾ അത് അത്ര പ്രായോഗികമല്ല. ആലപ്പുഴയും കൊല്ലമൊക്കെ പോകുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങ് പോവുകയാണ്, പോയി ഇല്ലെങ്കിൽ ഈ 3 തരം ഉപകാരമാണെന്ന് എൻ്റെ ആദ്യമേ പറഞ്ഞില്ല. അതായത് ഒന്നുകിൽ ഈ പബ്ലിക്കിന് കാണുന്നവർക്ക് ഗുണം ഉണ്ടാവണം, 2 എനിക്ക് ഗുണം ഉണ്ടാവണം, ഇതല്ലെങ്കിൽ 3ാമത് ഇത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവർക്കും കൂടെ ഗുണം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാലേ ഈ ഇതിനകത്ത് ഈ നമ്മൾ ആലോചിക്കുമ്പോൾ യൂട്യൂബേഴ്സ് എപ്പോഴും അവരുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് റവന്യൂ സൈഡാണ്. അതായത് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാഷനെ ഞാൻ എൻ്റെ പ്രൊഫഷൻ ആക്കുമ്പോഴാണല്ലോ നമുക്ക് റവന്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൗമ്യ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ റവന്യൂ സൈഡ് നോക്കുന്ന കാര്യങ്ങളല്ല. അതായത് റവന്യൂ സൈഡ് എന്ന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊളാബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ യൂട്യൂബേഴ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ, എനിക്ക് ഒരു പർട്ടിക്കുലർ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൊളാബിലേക്ക് കടക്കുക. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗമ്യയ്ക്കൊപ്പം ഇതിനകത്ത് നിന്നുള്ള വരുമാന സാധ്യത എങ്ങനെയാണ്? എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരൊറ്റ പെയ്ഡ് പ്രൊമോഷൻ കാണാൻ പറ്റില്ല. യൂട്യൂബ് ചാനലിൽ ഒന്നും ചെയ്യാറില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ ഇങ്ങനെ ഇടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ, എന്തായാലും അവരാരും എന്നെ കൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യിക്കുന്നവരല്ല, എന്താണെന്ന് അറിയാത്തവരാണ്. അപ്പൊ അവര് നമ്മളെ വീഡിയോ പലതും പിന്നെ ഞാൻ മിക്കവാറും പോകും കേട്ടോ. ഈ കഴിച്ച സ്ഥലങ്ങളിൽ, വീഡിയോ ഇട്ട സ്ഥലങ്ങളിൽ ഞാൻ വീണ്ടും പോകും, റിപ്പീറ്റ് പോകുന്ന ആളാണ്. കാരണം അന്ന് കിട്ടിയ ഫുഡാണോ എന്ന് അറിയണമല്ലോ, നമ്മള് വീഡിയോ ഇട്ടില്ലേ. അപ്പൊ ചെല്ലുമ്പോഴാണ് ഞാനാണ് കാണിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടോ ചോദിക്കുമ്പോൾ ചിലർ ഞങ്ങളെ സീരിയൽ എടുത്തെന്നൊക്കെ അവര് പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ അത്രയും നിഷ്കളങ്കമായവരാണ്. അപ്പൊ എനിക്ക് യൂട്യൂബിന്റെ റവന്യൂ തന്നെയാണ് നമുക്കുള്ള വീഡിയോ ചെയ്തതിനു ശേഷം അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് അത് നമ്മളെ വിളിച്ചു പറയും. ഞാൻ മിക്കവാറും ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് വരും. അപ്പൊ കൊടുത്തിട്ട് വന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയും. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ പറയുന്നത് ഇതാണ്, നമ്മളെ ഒരുപാട് പേര് വന്നു ഗൾഫിൽ നിന്നൊക്കെ. അപ്പൊ ചിലവോടത്തെ നമ്പർ ഞാൻ കൊടുക്കും, കാരണം അവർക്ക് കോൺടാക്ട് കൊടുക്കാൻ വിഷയമില്ലാത്ത ആളുകളാണ് ഞാൻ കൊടുത്തിരിക്കും. അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചു. അവരെ ഏറ്റവും രസം അനുശ്രീ നടി, പുള്ളിക്കാരി നമ്മൾ വീഡിയോ ഇട്ട ഒരു പഴങ്കഞ്ഞി അവിടെ ചെന്ന് കഞ്ഞി കുടിച്ചു കാരേറ്റ്. അമ്മ എന്നെ വിളിച്ചു, മോളെ ഇവിടെ സിനിമ നടിയൊക്കെ വന്നു. അപ്പൊ അതൊക്കെ അവരുടെ സന്തോഷം. അമ്മയ്ക്കാണെങ്കിൽ ഭർത്താവില്ല, മകനില്ല, എല്ലാവരും മരിച്ചുപോയി. പക്ഷെ ഇവർക്ക് ജീവിക്കണല്ലോ. ഇവരിങ്ങനെ ഒരു പഴങ്കഞ്ഞിക്കട തുടങ്ങി ഒറ്റയ്ക്കായി പോയോണ്ട് അതിനെ മറികടക്കാൻ. കാരേറ്റ് ജംഗ്ഷനിൽ തന്നെ ഒരു അമ്മയുടെ വീടാ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് നെയ്യാറ്റിൻകരയിലെ ഒരു അച്ഛന്റെ അമ്മയുടെ അത് ചിലതൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ചില സാധനങ്ങൾ നമ്മൾ എത്തിപ്പെടുന്നതല്ല, എന്നെ അവിടെ എത്തിക്കുക. നമ്മൾ പറയില്ല ചില നിയോഗം എന്നൊക്കെ. വേറൊരു സ്ഥലം അന്വേഷിച്ച് പോയതാണ്. അപ്പൊ ഒരു വീടിന്റെ ഫ്രണ്ടിൽ തട്ടുകടാന്ന് ഒരു ബോർഡ്, പക്ഷെ ഒരു മനുഷ്യനില്ല. തട്ടുകടാന്ന് ഒരു ബോർഡ് മാത്രം. പണ്ടുണ്ടായിരുന്ന ബോർഡ് മാറ്റാത്തായിരിക്കും. എന്തായാലും ഒരു ചായ കുടിക്കാം, രാവിലെ അങ്ങോട്ട് കയറി ചെന്നു. അമ്മ ഒരു ചായ ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ചു. അപ്പോൾ ഒരു വശം തളർന്നു പോയ കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരു അമ്മയാണ്. ഒരു സ്റ്റെപ്പിലിരിക്കുകയാണ്. അച്ഛൻ്റെ കാലിൽ മന്ത് വന്നിട്ട്, മന്ത് പോലെയുള്ള എന്തോ ഒരു അസുഖം, 2 വർഷമായിട്ട് മുറിവ് കരിയാണ്ട്, ഒരു കാല് വലിയ വണ്ണം, ഒരു കാല് ഞാൻ ശോഷിച്ചിട്ട്, അങ്ങനെ വലിച്ചിട്ട് ചായയും ദോശയൊക്കെ ഉണ്ടാക്കി തരുന്നു. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളൊരു വീഡിയോ എടുത്ത് ഇട്ടോട്ടെ. മക്കള് അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അവർ ഒറ്റപ്പെട്ടോണ്ടാണ് ജീവിക്കുന്നത്. വളരെ പരിമിതമായ ഒരു സാഹചര്യം, തൊഴുത്ത് എന്നൊക്കെ പറയാവുന്ന രീതി. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പൈസ ഇല്ല, ആഹാരം കഴിക്കാൻ പൈസ ഇല്ല, ഈ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല, ഒന്നുമില്ല. 6 മണി മുതൽ 10 മണി വരെ ഒരു 8 പേരോ 9 പേരോ കഴിക്കാൻ വരും. എത്ര ദോശ മാത്രമേ എത്ര പൈസ കിട്ടും. അങ്ങനെ ഒരു ഇത് ആ വീഡിയോ എടുത്തേ ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഇടാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ പോയി വീഡിയോ എടുത്തു. കുറേ ഭയങ്കര സങ്കടം. എനിക്ക് തോന്നുന്നു ഏറ്റവും സങ്കടത്തിൽ എടുത്തൊരു വീഡിയോ അതാണ്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു. അവിടുത്തെ പോസ്റ്റ് ചെയ്ത എല്ലാം ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടാൻ പോയപ്പോഴാണ് ഇവർ അക്കൗണ്ട് നമ്പർ വന്നു. അക്കൗണ്ട് നമ്പർ ബാങ്കിൽ വിളിച്ചപ്പോഴാണ് അക്കൗണ്ട് നമ്പർ നിലയിൽ വർക്ക് ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരും ബാങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കണ്ടീഷൻ ഇല്ല, ഫിസിക്കൽ കണ്ടീഷൻ അല്ല. പിന്നെ വാർഡ് മെമ്പർ പുള്ളിയും കൂടെ സഹായിച്ച് എങ്ങനെയൊക്കെയോ അക്കൗണ്ട് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരു 24 hours നല്ലൊരു പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരും. അവർ രണ്ടുപേരും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും രോഗികളാണ്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കൊണ്ടുവരെ ചികിത്സ അങ്ങനെ കൊണ്ടടക്കാറില്ല. അപ്പൊ പ്രൈവറ്റിൽ തന്നെ ആക്കിയിട്ട് അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇനി അതിന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ നമ്മൾ ചെയ്യണം, പോണം. അപ്പൊ അവരുടെ ആദ്യത്തെ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി കുറേശ്ശെ ഞാനൊരു ചാരിറ്റി ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഒരു ഫുഡ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷെ നമ്മുടെ അടുത്തേക്ക് വന്നു പോകുന്നതാണ്. അപ്പൊ അത് നമുക്ക് സഹായിച്ചല്ലേ പറ്റുള്ളൂ. അവരോട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ പോയി കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ 50 പേര് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആരോഗ്യം അവർക്കില്ല. അവർക്ക് ഉണ്ടാക്കാൻ വയ്യ, പിന്നെ അവരെങ്ങനെ ബാക്കി ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ കുറെ വർഷം ചെയ്തൊരു ജോലി നിർത്താൻ പറ്റാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 10 ദോശയും 15 ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയ സഹായം അതായിരുന്നു. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഈ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. അതായത് ഈ ഒരു വ്ളോഗിങ് അനുഭവത്തിൽ
ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കി അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യം അത് തന്നെയായിരിക്കും അല്ലേ? ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതെ, സംസാരിക്കുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ അന്ന് അവര് കരയുവാണ്, അമ്മ പറഞ്ഞിട്ട് കരയുവാണ്. 28 വയസ്സിലെ കണ്ണിന്റെ കാഴ്ച പോയി. അത് കഴിഞ്ഞിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം, നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഇത്രയും വൈകാരികളിലുള്ള പ്രായം ഒരു സ്റ്റേജിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഞാൻ ശരിക്കും പറഞ്ഞാൽ സൗമ്യയുടെ ഒരു വീഡിയോ കണ്ടെന്നുള്ള ഒരു കട്ട് വെജിറ്റബിൾസ് കൊടുക്കുന്ന ഇവിടെ അടുത്തുള്ള ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് ശേഷം കുറച്ച് കട്ട് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടുന്ന്, ഞാൻ ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഇൻസ്റ്റയിൽ മാത്രമുള്ള ഇൻസ്റ്റയിൽ മാത്രം ഈ പെയ്ഡ് പ്രൊമോഷൻസ് മാത്രം പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യും. കാരണം നമുക്ക് ക്യാമറ എഡിറ്റിംഗ് ഒക്കെ കാരണം ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് റവന്യൂ റവന്യൂ ഇല്ല. അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്യുന്ന ചില പ്രൊമോഷൻസ് മാത്രമാണ് ഒരു റവന്യൂ. അപ്പൊ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചോദിക്കണം ഒരു കാര്യമുണ്ട്. അതായത് കൂടെ നിൽക്കുന്നു എന്ന് എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴും പറഞ്ഞായിരുന്നു. സാധാരണ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുക, അവരത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുക, അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ സൗമ്യ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ ഒരു കൂട്ടം പിള്ളേരുണ്ട്, അവരുടെയും കൂടെ വരുമാനം. അതെന്താണ് അത് അങ്ങനെ അത് വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ ഒരു കൂട്ടത്തെ ഒന്നാമത് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും അത്ര ബോധമുള്ള ഒരാളല്ല, എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. അപ്പൊ വീഡിയോ ഒക്കെ പിന്നെ നമ്മളെ ഫുഡാണ്. അപ്പൊ ഫുഡ് നമ്മൾ തന്നെ സെൽഫി ക്യാമറ വെച്ച് അത് ഷൂട്ട് ചെയ്ത് നമ്മൾ തന്നെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി കുറവുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഒരു പ്രൊഫഷണൽ രീതിയിൽ വേണം തോന്നിയുകൊണ്ട് ക്യാമറ നന്നായി ചെയ്യുന്ന ഒരാളെ കൂടെ കൂട്ടി. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് മുതൽ ക്യാമറന്റെ കൂടെ അന്ന് മുതൽ അവൻ തന്നെയാണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്യും. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ. എഡിറ്റിംഗ് ആയാലും ഇപ്പൊ നമ്മൾ മെനക്കെട്ടിരുന്ന എല്ലാം ചെയ്യും. പഠിക്കില്ല എന്ന് ചോദിച്ചാൽ എല്ലാം പഠിക്കും. ഇവിടം വരെ എത്തിയില്ലേ, അപ്പൊ ഇതൊക്കെ പഠിക്കും. പക്ഷെ അപ്പൊ വിചാരിച്ചു അപ്പൊ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് അവർക്കും കൂടി നല്ലതാണ്. അങ്ങനെ ഒരു സാധനം വന്നു. പിന്നെ അവന്റെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അവൻ വിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിൽ നിൽക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തെ ഒരു കുറെ സമയം നമുക്കൊന്നും പേയ്മെന്റ് ഒന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ പിന്നെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ റെമ്യൂണർ നമുക്ക് മോണിറ്റൈസർ ആയി, അപ്പൊ പൈസയൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്കത് പ്രശ്നമില്ല. അപ്പൊ കൂടെ ഒരാൾ ഉള്ളത് കൊണ്ടാണ് എല്ലാം നടക്കുക. എല്ലാം ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഞാൻ പക്ക ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ എനിക്കൊരു മകനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നമ്മൾ നോക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ കുട്ടിയുടെ സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം. ഷൂട്ടിന് നമ്മൾ പോകണം. പിന്നെ വന്ന് എഡിറ്റിംഗും കൂടി ആകുമ്പോഴേക്കും ഇത് കൂടാതെ നമ്മളെ ഇൻസ്റ്റയിൽ പോകുന്നെല്ലാം ഡബ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിനെ ഡബ് ചെയ്യണം, ഇതിന് പ്രത്യേക റീല് പ്രത്യേകം എഡിറ്റ് ചെയ്യണം, വീഡിയോ പ്രത്യേകം എഡിറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി പഴയ തലമുറ ആയതുകൊണ്ട് നമുക്ക് ചില സിസ്റ്റത്തിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. ഈ പുലർച്ചെ ഉറക്കം എണീക്കുക, 10 മണിക്ക് ഉറങ്ങുക. ഇല്ല, അങ്ങനെ ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയല്ല. ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് മുഴുവൻ ഫുഡ് ബ്ലോഗിംഗ്, പക്ഷേ ചാനലിന്റെ പേര് ഡാൻസിങ് മൈൻഡ് എന്ന്. അപ്പൊ അത് എനിക്കൊന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നത്. ചോദ്യം എന്നാലും ഞാനിവിടെ ചോദിക്കുക, ഞാൻ ക്ലീഷ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കുക, എന്താണ് ഈ ഡാൻസിങ് മൈൻഡിന്റെ അർത്ഥം? ഡാൻസിങ് മൈൻഡ് എന്ന് വെച്ചാൽ മനസ്സിന്റെ നൃത്തം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തില് മനസ്സ് നൃത്തം വയ്ക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ, നമ്മൾ കണ്ടു മറന്ന ചില സാധനങ്ങളിലേക്ക് നമ്മളെ തിരിച്ചെത്തിക്കുമ്പോൾ, ഈ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചില കാഴ്ചകൾ, ചില രുചികൾ, അതൊക്കെ തരുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ. നമുക്കൊക്കെ ഇപ്പൊ എനിക്കൊക്കെ എൻ്റെ അമ്മൂമ്മയാണ് എന്നെ വളർത്തിയത്. അപ്പൊ അമ്മൂമ്മയൊക്കെ ഓരോ ചായക്കടയിലൊക്കെ കൊണ്ടുപോകണം. അതുപോലത്തെ ചായക്കടകളൊക്കെ പലപ്പോഴും നമ്മൾ ഈ കാണിക്കുന്നത്. അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ചുപോയി. അപ്പൊ എനിക്ക് അതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അമ്മൂമ്മേനെ കിട്ടിയ പോലത്തെ ഒരു ഫീല് വരും. അന്ന് അമ്മൂമ്മയുടെ കൂടെ പുട്ടും പയറും ഒക്കെ കഴിക്കാൻ പോയിരുന്ന സ്ഥലങ്ങൾ. ഭയങ്കര നൊസ്റ്റാൾജിക് ജീവിയാണ്, അതിന്റെ കുഴപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സ് നൃത്തം വെക്കുന്ന ഒരു ഇടമാണ് ഡാൻസിങ് മൈൻഡ്. അപ്പൊ അത് ഭക്ഷണം കണ്ടുകൊണ്ട് മാത്രമാവണമെന്നില്ല. പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊന്നും ഈ ലോകത്ത് ഒരിടത്തും കിട്ടാത്ത ഫുഡിനെ പറ്റി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പവും ചമ്മന്തി, ദോശയും ചമ്മന്തി, ചോറും മീൻ വറുത്തത്, പുളിശ്ശേരി, ഇതൊക്കെ നമ്മളെ വീട്ടിലും ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ കിട്ടണ പോലെയുള്ള രുചികൾ വീട്ടിൽ വെക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാരണം കൊണ്ട് മറ്റു നാടുകളിൽ. അങ്ങനെയുള്ളവർക്ക് ചെറിയ പൈസക്ക് സ്വന്തം വീട്ടിൽ അമ്മ കൊടുക്കുന്നത് പോലെ സ്നേഹത്തോട് വിളമ്പി കൊടുക്കുന്ന ഒരമ്മയും ആ മായമില്ലാത്ത ഭക്ഷണം, അതാണ് നമ്മൾ കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നൃത്തം വെക്കും. പക്ഷേ സെർച്ച് എഞ്ചിനകത്ത് ഈ വരുമ്പോഴേ, ഈ SEO വരുമ്പോഴത്തേക്കും ഈ ഒരു ഡാൻസിങ് മൈൻഡും ഫുഡും കൂടെ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഞാൻ അതുകൊണ്ട് ചാനലിൽ കാര്യങ്ങൾ കൃത്യമായി എഴുതിയിട്ടിട്ടുണ്ട്. ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും മറഞ്ഞു പോകുന്ന രുചികളും കാഴ്ചകളും ഒക്കെയാണ്. അങ്ങനെ മനസ്സ് നൃത്തം വെക്കുന്ന ഇടമാണ് നമ്മുടെ ഡാൻസിങ് മൈൻഡ്. അതായത് കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ചെറുകിട ഹോട്ടലുകളും അല്ലെങ്കിൽ ഈ രണ്ടുപേരും പ്രായമുള്ള അമ്മയും അച്ഛനും ഒക്കെ ചെയ്യുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇതിനപ്പുറം ഒരു വലിയ വിശാലമായ ഹോട്ടലുകൾ നടത്തുന്നവരൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഈ ശത്രുക്കൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവത്തില്ലേ? ഇവർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ബിഹേവിയർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു അനുഭവം എനിക്കില്ല. അത് പലരും പണ്ട് പറഞ്ഞ ടീച്ചറെ സൂക്ഷിച്ചോ, നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടും പലർക്കും ഒക്കെ തമാശക്കൊക്കെ കുട്ടികൾ പറയും. പക്ഷെ എനിക്ക് ഇതേവരെ അങ്ങനത്തെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ആരും ഭീഷണിപ്പെടുത്തിട്ടൊന്നുമില്ല? ഒന്നുമില്ല, അങ്ങനത്തെ ഒരു തരത്തിലും ഇല്ല. അങ്ങനെ ഒരു ഇതുവരെ ഒരു അനുഭവത്തില്ല. പിന്നെ ചില കമന്റുകളൊക്കെ വരും. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ നമ്മൾ ഇടുന്നതിന്റെ അടിയിൽ ചില നെഗറ്റീവ് കമന്റ് ഒക്കെ വരും. അവിടുത്തെ ഫുഡ് കൊള്ളില്ല, തീരെ ഇതാണ്, മോശമാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പുറത്ത് എവിടെയും കടയുള്ള ആളായിരിക്കും എന്ന് ഞാനങ്ങ് വിചാരിക്കും. തട്ടുകടകളുടെ കടിയിലാണ് വരിക. അപ്പൊ സ്വാഭാവികമായി അങ്ങനത്തെ ഒരു വരുന്നതാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയിട്ട് ആണ് 2 പ്രാവശ്യം കഴിക്കും. തലേന്ന് പോയി കഴിക്കും, പിറ്റേന്ന് വീണ്ടും ഞാൻ പോകും വീഡിയോക്ക് വേണ്ടി. നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും 50 ഊണായിരിക്കും അന്നുണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു 30 പേർക്കുള്ള കാപ്പി പലഹാരങ്ങളായിരിക്കും ഉണ്ടാക്കുക. അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ പൈസ കൊടുക്കാതെ, ഞങ്ങൾ ചിലപ്പോൾ 2-3 പേരായിരിക്കും പോവുക, നമുക്ക് എങ്ങനെ പൈസ കൊടുക്കാതെ കഴിക്കാൻ പറ്റും? അതായത് അവിടെ ചെന്ന് അവർക്ക് കാശ് കൊടുത്ത് നമ്മൾ പൈസ കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യും. ചിലവര് ഇപ്പൊ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ച് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണ പോലെയല്ലേ പൈസ വേണം നിങ്ങൾ. ഞങ്ങൾ വെച്ചാൽ വീഡിയോ 5 മണിക്കൂറാണ് ഒരു വീഡിയോ ഷൂട്ട്. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അതെന്താണ് ഈ 5 മണിക്കൂറിന്റെ കാര്യം? അവര് അതായത് ഇപ്പൊ ഒരു രസവടിയാണ് വിചാരിച്ചോ, അവര് പരിപ്പ് കുഴയ്ക്കുമ്പോ നമ്മളെ റീലൊക്കെ നോക്കിയാൽ അറിയാം, പരിപ്പ് കുഴയ്ക്കുന്നതോട് തുടങ്ങി നമ്മളവിടെ ഉണ്ട്. പിന്നെ ഈ പരിപ്പ് കുതിർന്ന് ഇതിനെ അരച്ച് രസവടയാക്കി ഇത് കുതിർന്ന് രസവടയായിട്ടേ നമ്മൾ പോകും. അല്ല, സാധാരണ ചെയ്യുന്ന പറഞ്ഞാലേ ആദ്യം രസവട റെഡി ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പരിപ്പ് തൽക്കാലത്തേക്ക് ഒന്ന് സെറ്റ് ആക്കി ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഒരു ദിവസം ഒരു ഷൂട്ടേ നടക്കും. 5 മണിക്കൂർ ഷൂട്ട് ചെയ്യും. ഈ 5 മണിക്കൂർ നമ്മളൊരു വീട്ടിൽ പോയി നിൽക്കുമ്പോ നമ്മൾ അവിടുത്തെ ആളായി കഴിഞ്ഞു. എന്റെ ഈ സംസാരം അറിയാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പിന്നെ അവർക്ക് പൈസ മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ബന്ധിക്കാം. പക്ഷെ നമ്മളാണ് കൈനീട്ട കച്ചവടം. എല്ലാ സാധ്യത്തിന് ഞാനാണല്ലോ. അങ്ങനെ നിർബന്ധിച്ചിട്ട് കൊടുത്തിട്ട് പോരേണ്ട ഇടങ്ങളുണ്ട്. അങ്ങനെ മിക്കവാറും ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഉണ്ടാവില്ല. ഓരോ സ്ഥലത്ത് ഗൂഗിൾ പേ ഉണ്ടാവില്ല. നമ്മൾ പൈസ ആയിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ ഇടിച്ചു പിടിച്ചൊക്കെയാണ് അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോരാ. അത് സ്വാഭാവികമായിട്ടും ഈ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ 5 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴത്തേനും അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവർക്ക് ഭയങ്കര വിഷമാണ്. കാരണം അവരിങ്ങനെ പറയും ഇരിക്കുക. അവര് ഈ വിറകടുപ്പിൽ ഇങ്ങനെ പണിയുമ്പോൾ ഞാനും അവിടെ തന്നെ ഉണ്ട്. ഈ അടുപ്പിലിന്റെ ചോട്ടിൽ തന്നെ ഞാനും കാണും. അപ്പൊ അവർക്ക് വിഷമാണ്. അയ്യോ ചൂടടിക്കലും കുഴപ്പമില്ല, അവിടെ ഫാനൊന്നും ഉണ്ടാവില്ല പലയിടത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ 100% ചെയ്യണം. അതല്ലാതെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഒരിക്കലും ചെയ്യാറില്ല. മാക്സിമം എന്റെ കൂടെ നിൽക്കണവർ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് 300 സബ്സ്ക്രൈബേഴ്സ് എത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒരുപാട് പേർക്ക് ഇതിലൂടെ എനിക്ക് അവരെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ പലരുടെയും ജീവിതമാർഗം നന്നായിട്ട് ആക്കി കൊടുക്കാനൊക്കെ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ കാര്യങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല്, ഞാൻ ജനിച്ചതും വളർന്നത് എറണാകുളം ജില്ലയിലെ ഭയങ്കര ഒരു കുടിയേറ്റ കർഷക ഗ്രാമപ്രദേശമൊക്കെ വേണമെങ്കിൽ റിമോട്ട് വില്ലേജ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മള് പുറത്തേക്ക് നമ്മൾ വരുമ്പോ അവിടെയുള്ള നാട്ടുകാർ പോലും ഈ അടുത്ത കാലത്താണ് ഞാനൊരു യൂട്യൂബർ ആണെന്ന് അറിയുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ യൂട്യൂബ് കാണുന്ന ആളുകളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്ന ഒരാളെ അതാണ് ഞങ്ങളുടെ നാട് തന്നെ. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ ഇപ്പോഴും കുറവാ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ PhD ഞാനായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്നേ. ആ പഞ്ചായത്തിൽ നിന്ന് പോലും ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ ആദ്യത്തെ ഇല്ല, അങ്ങനെയല്ല. ഞാൻ നാട്ടിലില്ലല്ലോ, വേറൊരു നാട്ടിലല്ലേ, വേറൊരു നാട്ടിലായുണ്ട്. പക്ഷെ അപ്പൊ എനിക്ക് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ എല്ലാരും 1 മില്യൺ അടിക്കണത് 300K എന്ന് പറയുന്നത് ഒരു ഇതൊന്നുമല്ല. പക്ഷെ എനിക്ക് യാതൊരു പ്രിവിലേജും ഇല്ലാത്ത ഒരാള്, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാൾ, ഒരു പക്ഷേ ഈ വിദ്യാഭ്യാസം നേടി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നുമില്ല. എന്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിരുന്നു. ഇന്നും അവര് പണിയെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു വലിയൊരു എന്താ പറയണ, നമ്മൾ ഈ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഒരാളല്ല. കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഒക്കെ ഇടയിൽ കൂടി ജീവിച്ച ഒരാളാണ്. എന്റെ 22 വയസ്സ് വരെയും പിന്നെ അമ്മ തയ്യൽക്കുന്ന ആളാണ്. അപ്പോ വീട്ടിൽ തയ്ക്കാൻ കൊണ്ടുവരുന്ന ആരെങ്കിലൊക്കെ ബാക്കി വന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തുണിയൊക്കെ തയ്ച്ച് ഞാൻ അമ്മയ്ക്ക് പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അമ്മയുടെ പഴയ സാരി മിക്കവാറും പട്ടുപാടയും ബ്ലൗസ് ആയിരുന്നു എന്റെ ഒരു വേഷം. അപ്പൊ ആളുകൾ വിചാരിക്കും ഇവള് ഭയങ്കര ട്രഡീഷണൽ. പക്ഷെ സത്യത്തിൽ അതല്ല. സാരികളൊക്കെ പട്ടുപാടയും ബ്ലൗസും ഒക്കെ ആയി മാറുന്നതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പൊ എനിക്ക് ഇന്നും അതിനൊന്നും ഭയങ്കരമായ ഒരു ഞാൻ അതിൽ നിന്ന് മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്ക് കുഞ്ഞു സന്തോഷങ്ങളും എനിക്ക് ഭയങ്കര വലിയ സന്തോഷങ്ങളാണ്. പലരും പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവരുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യാറുള്ളൂ.
ഇപ്പോൾ പ്രസൻറ്റിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അവർക്ക് ഇപ്പം എന്താണോ ഞാൻ നടക്കുന്നത്, ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി എന്നുള്ളൊരു ഒരു 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 മിനിമം ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടൻ സെലിബ്രിറ്റി ആകുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആൾക്കാരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സൗമ്യ ഇങ്ങനെ സംസാരിക്കുന്ന വഴിക്ക് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 10,000 ഫോളോവേഴ്സ് വരുമ്പോൾ ഈ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ആലോചിക്കുക എന്നായിരുന്നു. അതെന്താ അങ്ങനെ ഒരു തോട്ട്? അല്ല, അതൊരു ആഗ്രഹമാണല്ലോ. എനിക്ക് യൂട്യൂബ് തുടങ്ങണം, എനിക്ക് അത്രയല്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി ഞാൻ അതിന്റെ പുറകെ ഇങ്ങനെ പോകും. അത് നേടിക്കഴിയുമ്പോൾ അങ്ങ് പോകും. കൊറോണ സമയത്ത് പെയിന്റിങ് ഭയങ്കര പാഷനായിട്ട് ലോകത്ത് കണ്ട കുപ്പി മള്ളി മുഴുവൻ പറക്കി കൊണ്ട് പെയിന്റ് അടിക്കുക, കുറെ ഒരു വീട് നിറഞ്ഞപ്പോ നിർത്തി, തീർന്നു. അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ചു കാലം ഓർണമെന്റ്സ് ഉണ്ടാക്കുക, തീർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു എനിക്കിങ്ങനെ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ, 10,000 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എന്നൊക്കെ പറയുന്ന ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പോ അത് കഴിയുമ്പോൾ അങ്ങ് നിർത്തും. പക്ഷെ നിർത്താൻ പറ്റിയില്ല. അപ്പോഴേക്കുമാണ് നമ്മുടെ 10,000 എന്നൊക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംഭവിക്കും. പിറ്റേന്ന് 20,000, പിറ്റേന്ന് 30,000. അതങ്ങ് എന്റെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ വിചാരിക്കാനുള്ള അവസ്ഥയെന്ന് അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മളെ തേടി ആവശ്യക്കാർ വരാൻ തുടങ്ങി. എനിക്കിപ്പോ ഇത് നിർത്താൻ ഞാൻ വിചാരിക്കുമ്പോഴും ഇപ്പൊ എനിക്ക് വന്നു കിടക്കുന്ന മെയിലുകളുടെ ലിസ്റ്റിൽ ഒരു 10 എണ്ണമെങ്കിലും സഹായം കിട്ടേണ്ട ഇടങ്ങളാണ്. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പോകേണ്ട ഇടങ്ങളാണ്. അപ്പൊ എനിക്ക് അതിങ്ങനെ സഹായിക്കുമോ ചേച്ചി, ഒരു ഗതി ഇല്ലാത്തവരാണ്, അവര് വിധവയാണ്, 2 കുഞ്ഞുങ്ങളെയും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ അന്വേഷിച്ച് പോവാണ്. അപ്പൊ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അല്ല, ഈ പറഞ്ഞ മെയിലൊക്കെ വരുന്നതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷമാണോ നോക്കുന്നത്? കാരണം അല്ല, മെയിലില് നമുക്ക് ഞാൻ ചിലവരോടൊക്കെ കോൺടാക്ട് നമ്പർ എത്തിച്ചു തരാൻ ചോദിക്കും. അല്ല, ഞാൻ അന്വേഷിച്ചു പോകും. അല്ല, ഇതൊക്കെ ജെന്യൂൻ ആണോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അല്ല, പോയി നോക്കും. ഈ ഇവര് എനിക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ എന്റെ ഭാഗ്യോ എന്താണെന്ന് അറിയില്ല. എനിക്കൊരു ഗുണം വെച്ചാൽ തരുന്ന ആളുകൾ ഫുൾ അഡ്രസ്സും അവരുടെ പിൻ നമ്പർ അടക്കമാണ് എനിക്ക് അയച്ചു തരാം. അത് എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് അന്വേഷിച്ചു പോകാം. അതായത് ഇപ്പൊ അതിന്റെ ഫ്രണ്ടില് ഒരു പാൽ സൊസൈറ്റി ഉണ്ട്, അതിന്റെ ഇടതുവശത്ത് 100 മീറ്റർ മാറി ഇങ്ങനെയൊക്കെ അയച്ചു തരും. അപ്പൊ ഞാൻ പോയി കണ്ടുപിടിക്കും. ഇനി ഞാൻ പോങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, നല്ല ദൂരാണ് നമ്മളെ. അപ്പൊ പോയിട്ട് അവിടെ എത്തി ഒരച്ഛനും അമ്മയും, വയസ്സായ ഒരു അച്ഛനും അമ്മയും കടയുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷെ അവിടെ എത്തി ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, മോളെ ഒരുപാട് വയസ്സായി, ഇനി ഞങ്ങൾക്ക് വയ്യ, കുറേ വർഷങ്ങളായിട്ടുള്ള കടയാണ്, ഈ വീഡിയോ ഒക്കെ വന്ന ആളുകളോട് അന്വേഷിച്ചു. അതായത് ഇവർക്ക് വേണ്ടിട്ട് വേറെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച ഒരു സാർ എനിക്ക് അയച്ചു തന്നു, മെയിൽ അയച്ചു തന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ഇങ്ങനെ ഇനി ഇവിടെ ഒരുപാട് ആളൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആവതില്ല, ഇതുകൊണ്ട് തന്നെ എല്ലാ മക്കളെയൊക്കെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ഇനി വയ്യ, അതുകൊണ്ട് എങ്ങനെയും നിർത്താൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഊണും കഴിച്ചിട്ട് ഇങ്ങ് പോന്നു. വീഡിയോ എടുത്തില്ല. അപ്പൊ ശരി അമ്മ വരാം ഇടയ്ക്ക് പറഞ്ഞിട്ട് ഇങ്ങ് പോന്നു. അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞു തന്നെ ലാൻഡ്മാർക്ക് ഉൾപ്പെടെ. അപ്പൊ അന്വേഷിച്ചു പോകും. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ഫേക്ക് വന്നിട്ടില്ല. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള, അതായത് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സും ഒക്കെ നമുക്കിടയിലുണ്ട്. പക്ഷേ ഈ ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും മില്യൺ വ്യൂസ് ഉണ്ടെങ്കിലും ഒക്കെ അതിനകത്ത് ഡാൻസിങ് മൈൻഡ് സൗമ്യ എന്ന് പറയുന്ന ആളിങ്ങനെ വേറിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് സംസാര രീതി, ഇടപഴകുന്ന ഒരു രീതി, പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ സൗമ്യക്ക് എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് സൗമ്യക്ക് ഈ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതെന്ന് സൗമ്യ വിചാരിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ ഇത് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്നതാണ്. എനിക്കൊരു പോളിഷ്ഡ് ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനേ അറിയാമുള്ളൂ. അങ്ങനത്തെ സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്ന് ഞാൻ അവിടെ നിന്ന് ഔട്ടാവും. എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കേസ്. പിന്നെ ഞാൻ വളരെ പെട്ടെന്ന് ആളുകളുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ഒരാളാണ്. അപ്പൊ ഈ ചെല്ലുന്ന ഇടങ്ങളിലൊന്നും നമുക്ക് അവിടെ സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുന്നില്ല. പിന്നെ എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ ശീലമായിരിക്കും, ഞങ്ങൾ വയസ്സായവരെല്ലാം അച്ഛനും അമ്മാന്നും ഒക്കെയാണ് വിളിക്കുക. അപ്പൊ ഞാൻ ആ വിളികളാണ്. എനിക്ക് എന്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും പ്രായം, അവരെ കൊച്ചു വയസ്സിൽ, എന്റെ അമ്മയും ഞാനും തമ്മിൽ 17 വയസ്സ് വ്യത്യാസമുള്ളൂ. അവരൊക്കെ കൊച്ചു വയസ്സിൽ കല്യാണം കഴിച്ചവരാണ്. അപ്പൊ ഈ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഉള്ളവര് എന്റെ അച്ഛനെയും അമ്മേനേക്കാളും അല്ലെങ്കിൽ എന്റെ അമ്മൂമ്മയുടെ ഒക്കെ പ്രായമുള്ളവരാണ്. അപ്പൊ എനിക്ക് അവരെ അങ്ങനെ കാണാൻ പറ്റും. അച്ഛൻ അമ്മ എന്നുള്ള നമ്മുടെ വിളികൾ അതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാനൊന്നും ഇങ്ങനെ കള്ളം അങ്ങനെ പറയാറില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ അതിപ്പോ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. ചിലപ്പോൾ ഇതൊരു പ്രൊമോഷൻ ആണെങ്കിൽ ഒരു പക്ഷെ എനിക്ക് പറയേണ്ടി വരും. കുറച്ച് മോശമാണെങ്കിൽ നമ്മൾ പറയും, ഇത് പ്രൊമോഷൻ അല്ലല്ലോ. ഞാൻ എപ്പോഴും പറയും, ഇത് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഫുഡാണ് കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ കിട്ടാത്ത ഒന്നും ഇവിടെ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ വരും. പിന്നെ ഓരോ നാടിനും ഓരോ ടേസ്റ്റ് ഉണ്ട്. തിരുവനന്തപുരത്തിന്റെ ടേസ്റ്റ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഇഷ്ടം. ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാതെ ഡിലീറ്റ് ആക്കിയത് കുറെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? കാരണം ഹൈജീൻ, നമ്മള് ഷൂട്ട്. അതെ, ഞാൻ സൗമ്യ പറഞ്ഞപ്പോഴും ഞാൻ പല കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന രോഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഹൈജീൻ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് വരുന്ന സ്ഥലങ്ങളാണ് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങൾ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് വളരെ കുറച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും. ചില സ്ഥലത്തൊക്കെ ഭയങ്കര മീനിന്റെ സ്മെല്ല്, അങ്ങനെ അവിടെ അവർക്ക് സ്പേസ് കുറവുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഞാനത് പറഞ്ഞു, അവരോട് തന്നെ പറയും, കുറച്ചും കൂടി ശ്രദ്ധിക്കണം, ആളുകൾ കഴിക്കാൻ വരും. അങ്ങനെ ഒരു 10ന് പുറത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് തിരിച്ചിറങ്ങി പോരുക ചെയ്യുക. കാരണം നമ്മൾ എന്തായാലും ചെന്നു, അവരെ മെനക്കെടുത്തി കുറച്ച് സമയമെങ്കിലും. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് പോരും.
അവർ നന്നാക്കിയാൽ നമുക്കിനി എപ്പോഴേലും പോയി എടുക്കാമല്ലോ എന്ന് വിചാരിക്കും. ഈ പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ വ്ളോഗറിലേക്ക് വന്നു, ഇനിയിപ്പോൾ വ്ളോഗിങ്ങിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ ആഗ്രഹിക്കും? തിരിച്ചു പോകണം. കാരണം അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എന്റെ ഡിഗ്രി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്റെ മോൻ ജനിച്ച സമയത്തൊക്കെ, അപ്പൊ ആ സമയത്ത് ഒരു കുട്ടീനെ നോക്കി അതിന്റെ കൂടെ PhD ചെയ്ത ഒരാളാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഒരിക്കലും അതിനെ വിട്ടിട്ടല്ല. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഒട്ടും മൾട്ടി ടാലന്റ് അല്ലാത്ത ആളാണ്. ഇപ്പൊ എനിക്കൊരു ഫോൺ കോൾ വരികയാണെങ്കിൽ എനിക്ക് അതിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാനോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഒതുക്കിയിട്ട് ഫോണിൽ സംസാരിക്കാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ചാനൽ ഇപ്പൊ നമ്മൾ ഒന്നിടവിട്ട ദിവസം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറേശ്ശെ പറ്റിയാൽ അടുത്ത അക്കാദമിക് ഇയർ മുതലോ എങ്ങാനും അതൊന്ന് വീക്കെൻഡ്സിലേക്ക്. കോളേജിൽ സ്ഥിരം ജോലിയാണോ അതോ? അല്ലല്ല, നമുക്ക് അല്ലാതെ തന്നെ താൽക്കാലിക. പക്ഷെ എന്നാലും അതിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ഇതിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ 2 വീഡിയോയോ 3 വീഡിയോയോ ഒക്കെ ആക്കി ചുരുക്കിയിട്ട്, എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കുട്ടികളെയും ക്ലാസ് റൂമുകളൊക്കെ. ഭയങ്കര അതായത് ഇതിനോടുള്ള പാഷൻ തീർന്നു തുടങ്ങിയെന്നാണോ പറഞ്ഞത്? തീർന്നില്ല, ഇത് ഒരിക്കലും തീരില്ല എന്ന് വെച്ചാല് പാഷൻ അപ്പുറത്തേക്ക് ഇതിപ്പോ എന്റെ ഒരു ഡ്യൂട്ടി ആയി മാറിക്കൊണ്ടിരിക്കും. അതാ ഞാനും അത് ആലോചിച്ചത്. കാരണം ഇതൊരു കമ്മിറ്റ്മെന്റ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പൊ സൗമ്യയെ സംബന്ധിച്ചുള്ള. സൗമ്യയുടെ പല വീഡിയോകളും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അതായത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഒരു സിലബസ് ഓറിയന്റഡ് ആയി പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു ടീച്ചർ ആയിരുന്നില്ല. അതിപ്പോ ഒരു ഗൈഡ് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും പഠിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ കുട്ടികളുമായിട്ട് ഈ മൂവിയുടെ കീഴിൽ വരുന്ന എന്തിനെ പറ്റി ഞങ്ങൾ സംസാരിക്കും. കുറച്ചുകൂടെ കൂടുതൽ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ ഞാൻ വിചാരിക്കുന്നത് ഓരോ കുട്ടിയും നാളത്തെ കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടി എന്ന് പറയണമെന്നേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം കോളേജ് ആണല്ലോ. അപ്പൊ എന്റെ ഏറ്റവും സീനിയർ സ്റ്റുഡന്റിന് 56 വയസ്സുണ്ടായിരുന്നു. സാറ് റിട്ടയർഡ് ചെയ്തിട്ട് സംസ്കൃതം പഠിക്കാൻ വന്നേ. അപ്പൊ ഞാൻ സാറേ എന്ന് വിളിക്കും, സാറിന്റെ ടീച്ചർ എന്ന് വിളിക്കും. അപ്പൊ അതുകൊണ്ട് അത്രയും പ്രായമുള്ളവർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ചാല് നമുക്ക് എല്ലാത്തിനോടും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉണ്ട്. അധ്യാപികയായിരിക്കുക, എല്ലാത്തിനും ഉണ്ട്. എന്റെ വിഷൻ പറയാം, അവരുടെ വിഷൻ എനിക്ക് കേൾക്കാം, തെറ്റുണ്ടെങ്കിൽ തിരുത്താം, എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു അധ്യാപികയും കൂടിയായിരുന്നു. അതിനി പ്രണയമായാലും ശരി, എന്തായാലും ശരി, ഞാൻ ഒരിക്കലും അവരെങ്ങനെ നീ പ്രണയിക്കരുത്, അവിടെ ഇരിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്രണയിച്ചോളൂ, പക്ഷെ അതിന് നിന്റേതായിട്ടുള്ള ഒരു നിലവാരം ഉണ്ടാവും. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചീറ്റ് ചെയ്ത ആ ഒരു സാധനം വേണ്ട. അപ്പൊ അങ്ങനെ എല്ലാത്തിനും അത് ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇവരുടെയൊക്കെ വീഡിയോ ഇടുമ്പോ ഇവരെയൊന്നും ഈ ലോകത്ത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എത്ര പേരെ കണ്ടിട്ടുണ്ട്. ഈ ആളുകളെ പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അവരുടെ ഒരു സന്തോഷം. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് സൗമ്യയുടെ പല വീഡിയോസിലും കാണുന്നത് പറഞ്ഞാൽ ഇത് വേറെ എങ്ങും വന്നിട്ടുള്ള വീഡിയോ അല്ല. ഈ സൗമ്യയുടെ വീഡിയോസ് സൗമ്യയുടെ മാത്രമുള്ള വീഡിയോസ് ആണ്. സാധാരണ വ്ളോഗേഴ്സ് എടുക്കുന്നുണ്ട് അതിനുശേഷം. മാത്രല്ല ഇപ്പൊ ചില പുതിയ കുട്ടികൾ ഫുഡ് വ്ളോഗേഴ്സ്, അപ്പൊ അവരൊക്കെ നമ്മൾ അന്വേഷിച്ച സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്നുണ്ട്. അതൊരു പുതിയ ട്രെൻഡാണ്. കാരണം ഒരു സമയത്ത് ഇതൊന്നും ആർക്കും വലിയ വിലയില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഇതൊക്കെ അന്വേഷിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വർഷങ്ങളോളം ജീവിച്ചവർ അറിയാത്ത പല സ്പോട്ടുകളും എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ടെന്ന്. തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ? തിരുവനന്തപുരം ശരിക്കും നമ്മൾ തൃശ്ശൂര് പിന്നെ പാലക്കാടൊക്കെ ചെയ്തിട്ടുണ്ട്. റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് സ്വാഭാവികമാണല്ലോ. അവിടെ പോയി തിരുവനന്തപുരം നിൽക്കുന്ന ഒരാൾക്ക് ഇവരെയൊക്കെ കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകും. അതെനിക്ക് തോന്നുന്നു ഫാൻ ഫോളോവേഴ്സ് അത് മനസ്സിലാക്കും. ഞാൻ കമന്റ് ചെയ്യും. കാരണം ഞാനൊരു അമ്മയും കൂടിയാണ്. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടി കൊണ്ടുപോവാന്ന് പറയണത്. പിന്നെ മാത്രമല്ല നമ്മൾ ഒരാഴ്ചയെങ്കിലും നിന്നാലാണ്. ഇതിപ്പോ തിരുവനന്തപുരം സ്പോട്ട് അറിയാം, ഞാൻ പോയി നോക്കും. മറ്റൊരു സ്ഥലത്ത് ഒരു 5-6 സ്പോട്ട് കിട്ടിയാലേ നമുക്ക് ഇവരെല്ലാം കൊണ്ട് അങ്ങോട്ട് പോകുന്നു, അവിടെ നിൽക്കുന്നു. അപ്പൊ അതിന്റെ എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന്റേതായിട്ട് ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇതിന്റെ വരവും ചെലവും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടാലി ആയാണ് ഇപ്പൊ പോയി. ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സും അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഭീകര പ്രശ്നമാണ് ഈ നെഗറ്റീവ് കമന്റ്സും ഈ ഡിസപ്പോയിന്റ്മെന്റ്സും ഉണ്ടാക്കുക എന്നുള്ളത്. ചില കമന്റുകളൊക്കെ വായിക്കുമ്പോൾ ചില യൂട്യൂബേഴ്സ് പറയുന്നത് കേൾക്കാൻ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി, നിർത്തിയാലോ എന്നൊക്കെ തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ നെഗറ്റീവ് കമന്റ്സുകൾ വരാറുണ്ടോ? അത്തരം കമന്റ്സുകളോടുള്ള പ്രതികരണം എന്താ? നെഗറ്റീവ് കമന്റ്സ് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ തളർത്തിക്കളയുന്ന ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ എന്നെ അങ്ങ് ബാധിക്കും. അത് ഒന്നാമത്തെ കേസിൽ ഞാൻ ബീഫ് കഴിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം. അപ്പൊ അത് എന്റെ ചോയ്സ് ആണ്. ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളത് എന്റെ ചോയ്സ് ആണ്. അപ്പൊ അത് ഞാനൊരു സംസ്കൃത അധ്യാപിക ആയതുകൊണ്ട് ബീഫ് കഴിച്ചുകൂടാ. ഞാൻ 5ാം ക്ലാസ് മുതലാണ് സംസ്കൃതം പഠിക്കുന്നത്. അപ്പൊ അത് അറിയാത്തോണ്ട് പറയുന്നതാണ്.
അല്ലാതെ നമ്മളത് ആഹ്വാനം ചെയ്യുമല്ല. നിങ്ങളെല്ലാവരും ബീഫ് കഴിക്കും നാളെ മുതൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല. ബീഫ് ഉള്ള കടയിൽ ബീഫ് അല്ലാതെ ഞാൻ അവിടെ ചിക്കൻ മേടിച്ച് കാണിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ അത് എന്റെ ചോയ്സ്, എന്ത് കഴിക്കണം എന്നുള്ളത് എന്റെ ചോയ്സാണ്. ഞാൻ നെഗ്ലക്ട് ചെയ്ത് വിടും. പിന്നെയുള്ള ഒരു കാര്യം ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നു എന്നുള്ളതാണ്. അത് എന്റെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ തിന്നുന്നത്. ഞാൻ ഫ്രീ ആയി കഴിക്കാൻ നടക്കുന്നില്ല, ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആഹാരം കഴിക്കുന്നത്. ഇനി ഇവര് പറയുന്നത് പോലെ വാരി വലിച്ച് കഴിക്കുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ എവിടെ എത്തണമായിരുന്നു ഇല്ലേ? ഭക്ഷണം കഴിച്ചാൽ വടം വയ്ക്കും. ഞാൻ ചാനൽ തുടങ്ങുമ്പോ 53 കിലോയും ഇപ്പൊ 49 കിലോയും ഉള്ളു. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. അതായത് സൗമ്യ കഴിക്കുന്ന ഭക്ഷണമല്ല, നല്ല ഭക്ഷണമാണ്. എനിക്ക് ഇതിന് വേറെ നമ്മളോട് വളരെ സ്നേഹം, അതായത് ഈ ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ചിലവല്ല, നമ്മളോട് വളരെ സ്നേഹത്തിൽ ചേച്ചി കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് അങ്ങനത്തെ ഒക്കെ തരത്തിൽ പറഞ്ഞാണ്. അപ്പൊ ഞാനിതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ചില സമയത്തൊക്കെ എപ്പോഴും നമ്മുടെ മൂഡ് ഒരുപോലെ ആവില്ല. ചില സമയത്ത് നമ്മളത് വല്ലാതെ ഇറിറ്റേറ്റ് ഇങ്ങനെ പറയുമ്പോൾ ഈ ഓവറായി കഴിക്കുന്നു. പിന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കും. ഞാൻ ഇതുവരെ എനിക്ക് വെയിറ്റ് കൂടിയിട്ടില്ല, ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു അസുഖം വന്നിട്ടില്ല. നിങ്ങൾ കഴിക്കണ പോലെ തന്നെ 3 നേരമാണ് ഞാനും കഴിക്കുന്നത്. ഞാൻ ഈ ഫുഡ് വ്ലോഗ് എടുക്കാൻ പോകുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയിട്ട് അവിടെ ഫുഡ് വ്ലോഗ് എടുക്കുന്നില്ല. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചില ദിവസങ്ങളിൽ 5:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഷൂട്ട് ആണെങ്കിൽ കടയിൽ തിരക്ക് വരണതിന് മുമ്പ് നമുക്ക് അവിടെ ചെല്ലണം. അടുപ്പിൽ തീ വെക്കണത് മുതൽ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് 3 മണിക്ക് ഉറക്കണീട്ട് എന്റെ വീട്ടിലെ മുഴുവൻ ജോലികളും തീർത്തിട്ട് എന്റെ മകന് രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണം ഉൾപ്പെടെ റെഡിയാക്കി ആ കുട്ടിയെ 6:15 സ്കൂളിൽ വിടണം. KVയിലാണ് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിച്ചിട്ടാണ് ഞാൻ ഷൂട്ടിന് പോകുന്നത്. അത് കഴിഞ്ഞ് അപ്പൊ അവിടെ നിന്നാ ഫുഡ്. പിന്നെ ഉച്ചയ്ക്ക് വന്ന എന്റെ വീട്ടിൽ നിന്നായിരിക്കും, രാത്രിയും എന്റെ വീട്ടിൽ നിന്നായിരിക്കും. എല്ലാവരും കഴിക്കുന്ന ആ 3 നേരം തന്നെ ഞാനും കഴിക്കണല്ലോ. ഇതിനു വേണ്ടി ഞാൻ ഇങ്ങനെ നടക്കല്ല കഴിക്കാൻ വേണ്ടി. ഒന്നാമത്തെ കേസ്. പിന്നെ ഈ പോകുന്ന സ്ഥലങ്ങളിലൊന്നും ജങ്ക് ഫുഡുകളല്ല, നമ്മൾ കാണിക്കുന്ന എപ്പോഴും നമ്മുടെ സാധാരണമായിട്ടുള്ള ആഹാരമാണ്. അപ്പൊ അതിനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. നമ്മൾ ഈ ഇടുന്ന വീഡിയോയിലൂടെ കാണിച്ച ഏതെങ്കിലും അമ്മയുടെ അടുത്ത് പോയിട്ട് 50 രൂപയുടെ ആഹാരം മേടിച്ചിട്ടാണ് ഇത് പറഞ്ഞെങ്കിൽ ഓക്കെ. പിന്നെ പൈസ കൊടുക്കാതെ ഓസിന് തിന്നുന്നു, എനിക്കൊരു ഫുഡ് ചാനൽ തുടങ്ങണം, ഓസിന് തിന്നാമല്ലോ. അപ്പൊ ഞാൻ അതിനൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല. അതിന് ഞാൻ മറുപടി കൊടുക്കും. നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ വിളിച്ചിട്ട് ഞാൻ പൈസ കൊടുക്കാതെ ഫുഡ് കഴിച്ചു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഞാൻ ഈ പണി അങ്ങ് നിർത്തും. അത് തന്നെ ഞാൻ വെല്ലുവിളിച്ചിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്ന സ്ഥലത്ത് വളരെ സൗമ്യമായ ആളല്ലല്ലേ? അല്ലല്ല, എനിക്ക് കൃത്യമായ നിലപാടുകളും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പറയേണ്ട സ്ഥലങ്ങളിൽ പറയും. ഞാൻ വഴക്കുണ്ടാക്കാനൊന്നുമില്ല, പറയേണ്ട സ്ഥലങ്ങളിൽ പറയും. ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ആളെ ബ്ലോക്ക് ചെയ്ത് വിടുക എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ വരും. അത് എല്ലാം ഫേസ്ബുക്കിലായിരിക്കും മിക്കവാറും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന ഫേസ്ബുക്കിലായിരിക്കും. കുറച്ചും കൂടി ഭേദമുണ്ട്. ഫേസ്ബുക്കിൽ വരുന്നത് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ. എനിക്ക് കഷ്ടം തോന്നും, നമ്മള് ഒരു എന്താ പറയുക, നീ ഇവരെ വിറ്റ് ജീവിക്കുവല്ലേ, ഇങ്ങനത്തെ ഒരു സാധനം. അപ്പൊ എനിക്ക് കഷ്ടം തോന്നും. കാരണം എനിക്ക് റീച്ചും പൈസയുമാണ് ആവശ്യമെങ്കിൽ, അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ, തിരുവനന്തപുരത്തെ എത്രയോ ഫേമസ് ഹോട്ടലുകളുണ്ട്. ഞാൻ ഇന്ന് 3 ലക്ഷത്തിന് പുറത്ത് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും 1 ലക്ഷത്തിന് പുറത്ത് ഇൻസ്റ്റാ ഫോളോവേഴ്സും 80,000 ഈ ഫേസ്ബുക്ക് ഫോളോവേഴ്സും ഉള്ള ഒരാളാണ്. ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്തു തരാം, ഒരു 10 മിനിറ്റുള്ള യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്ക് വീഡിയോ ചെയ്തു തരാം, എനിക്കൊരു 50,000 രൂപ വേണം എന്ന് പറഞ്ഞാൽ തരാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന അവരോടൊക്കെ ഞാൻ പറയുന്നത് ഇല്ല, ഞാൻ യൂട്യൂബിൽ ഇതേ ഇടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പ്രൊമോഷൻ ചെയ്യാം, അല്ലാതെ ഞാൻ ഇടില്ല എന്ന് പറയുകയാണ്. അപ്പൊ എനിക്ക് പൈസ ഉണ്ടാക്കലാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് ഒരു മാസം 2 വീഡിയോ ചെയ്താൽ ഇതുപോലെ നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് ചെയ്യാനുള്ള വഴി വേറെ ഉണ്ട്. പൈസയാണ് ഉദ്ദേശമെങ്കിൽ ഇതുപോലെ ഈ കിലോമീറ്റർ കണക്കാൻ, ചിലപ്പോൾ 50-60 കിലോമീറ്റർ സിറ്റിയിൽ നിന്ന് ട്രാവൽ ചെയ്യണം. ഞാനൊരു സ്കൂട്ടറിലാണ് പോകുന്നത്, എനിക്കൊരു സ്കൂട്ടറാണ് ആകപ്പാടി ഉള്ളത്, ഞാൻ ഒരു സ്കൂട്ടറിലാണ് പോകുന്നത്. ഈ സ്കൂട്ടറിൽ ഇത്രയും ദൂരം ഈ വെയിലും കൊണ്ടുപോയി ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഏതെങ്കിലും മേസി റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡിനെ പ്രൊമോട്ട് ചെയ്താൽ പോരെ, പൈസയാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും. അപ്പൊ സൗമ്യ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആക്ച്വലി സൗമ്യയുടെ റീൽസ് ഒക്കെ കണ്ട് സൗമ്യയുടെ പല വീഡിയോസിലും സ്പോട്ടുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരുപാട് ആഡംബരമില്ലാതെ വളരെ സൗമ്യമായിട്ട് പോകുന്ന ഒരാളിനെ അയാളുടെ മൈൻഡിൽ എന്താണെന്ന് അറിയണം. അതാണ് ഞാൻ എൻ്റെ ഓപ്പൺ ഹാർട്ടിലേക്ക് ഞാൻ സൗമ്യയെ വിളിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും തുടർന്നും ഇത്തരം സൗമ്യയുടെ എല്ലാ ആഗ്രഹങ്ങളും പാഷനും എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു അവസരം തന്നെ എന്നെ സംബന്ധിച്ച് ഇതും വലിയൊരു അവസരമാണ്. ഞാൻ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ് സന്ദീപ് തന്നിട്ടുള്ളത്. ഒരുപാട് നന്ദി. താങ്ക് യു.